നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് നിപ്പ ബാധിച്ച 14-കാരൻ മരിച്ചു. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിക്ക് അയച്ച സാമ്പിൾ ഫലം ഇന്നലെ പോസിറ്റീവായിരുന്നു. വെന്റിലേറ്ററിലായിരുന്നു കുട്ടി. സമ്പർക്ക പട്ടികയിലുള്ള 214 പേരെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. ഹൈറിസ്ക് വിഭാഗത്തിലായിട്ടുള്ളതിനാൽ ഇതിൽ 60 പേരുടെ സാമ്പിളുകൾ പരിശോധിക്കും. സമ്പർക്കം സംശയിക്കുന്ന 2 കുട്ടികളെ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. നിപ്പ സ്ഥിരീകരിച്ച കുട്ടിക്ക് 10-നാണ് പനി ബാധിച്ചത്. 19-ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നടത്തിയ സ്രവ പരിശോധനയിൽ ഫലം പോസിറ്റീവായതോടെ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ റീജിയണൽ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിലും തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിലും പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ലാബിലും സ്രവം പരിശോധിച്ചു. 5ാം തവണയാണ് കേരളത്തിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. 2018-ലും 2021-ലും 2023-ലും കോഴിക്കോടും 2019-ൽ എറണാകുളത്തും മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ 20 പേരാണ് നിപ്പ ബാധിച്ച് മരിച്ചത്. നിപ്പ സംശയിച്ച സാഹചര്യത്തിൽ ഇന്നലെ പുലർച്ചെ തന്നെ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾക്ക് ആരോഗ്യവകുപ്പ് തുടക്കമിട്ടിരുന്നു. മലപ്പുറത്ത് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മുതൽ ഊർജിതമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. സംസ്ഥാനം സജ്ജമാണ്. നിപ്പ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച SOP അനുസരിച്ചുള്ള 25 കമ്മിറ്റികൾ രൂപീകരിച്ചു. കോണ്ടാക്ട് ട്രേസിംഗ് ആരംഭിച്ചു. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 214 പേരാണുള്ളത്. ഇതിൽ അടുത്തിടപഴകി 60 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 ഐസൊലേഷൻ റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ആവശ്യമായ ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ പൊതു ഇടങ്ങളിൽ ഇറങ്ങുന്നവരെല്ലാവരും മാസ്ക് ധരിക്കണം. അനാവശ്യമായ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഒരു വീട്ടിൽ ഒരാളെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളൂ എങ്കിൽ പോലും മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ വരാൻ പാടില്ല. ഒരു തരത്തിലും ഭയക്കേണ്ടതില്ല. ഏതെങ്കിലും തരത്തിൽ ടെൻഷനുള്ളവർ ദയവായി കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുക. ആവശ്യമായ മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതാണ്. നിപ്പ ബാധിച്ചു മരിച്ച വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് രോഗം പടർന്നെന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. കുട്ടിയുടെ ഇക്കാലയളവിലെ യാത്രകളെയും കഴിച്ച ഭക്ഷണങ്ങളെയും പറ്റി വിശദമായി പഠിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കുട്ടിയും കുടുംബവും വയനാട്ടിലേക്ക് യാത്ര നടത്തിയിരുന്നതായി പറഞ്ഞിരുന്നുവെങ്കിലും അത് 1 മാസം മുൻപാണെന്നാണ് അറിയുന്നത്. കുട്ടി എവിടെ നിന്നോ അമ്പഴങ്ങ തിന്നതായും സൂചനയുണ്ട്. ഇവയൊന്നും കൃത്യമായി ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നും മന്ത്രി മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ആളുകളുമായി നല്ല സൗഹൃദമുണ്ടായിരുന്നതിനാൽ കുട്ടിയുടെ സമ്പർക്ക പട്ടിക വലുതാകാൻ ഇടയുണ്ടെന്നാണ് കരുതുന്നത്. ബസ്സിൽ യാത്ര ചെയ്തതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് കൂടെ യാത്ര ചെയ്തവരെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. സ്കൂളിലും ട്യൂഷൻ സെന്ററിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്നവരെ കണ്ടെത്താൻ കഴിഞ്ഞു. ഇവരെല്ലാം നിരീക്ഷണത്തിലാക്കി. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ നിയന്ത്രണവും ഏർപ്പെടുത്തി. വിവാഹം പോലുള്ള ചടങ്ങുകളിൽ കുറച്ചുപേരെ മാത്രം പങ്കെടുപ്പിക്കുക. ഞായറാഴ്ച മദ്രസ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കരുത്. കച്ചവട സ്ഥാപനങ്ങൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ രാവിലെ 10 മുതൽ 5 വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. മേഖലയിൽ സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കില്ല. പൊതുചടങ്ങുകളിൽ പരമാവധി ആളുകളെ കുറയ്ക്കും. മാധ്യമപ്രവർത്തകർക്കും നിയന്ത്രണം. വാർത്തകളും ദൃശ്യങ്ങളും PRD വഴി നൽകും. 14-കാരന്റെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. റൂട്ട് മാപ്പിൽ പറയുന്ന സ്ഥലങ്ങളിൽ അതാത് സമയങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ളവരും സന്ദർശിച്ചവരുമായി സമ്പർക്കം പുലർത്തിയവരും എത്രയും വേഗം കൺട്രോൾ റൂമിൽ വിളിച്ച് പേര്, വിവരങ്ങളും ഫോൺ നമ്പറും അറിയിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ജൂലൈ 11 രാവിലെ 6:50-ന് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിലെ വീട്ടിൽ. ജൂലൈ 11 രാവിലെ 7:18-ന് പാണ്ടിക്കാട് ബ്രൈറ്റ് ട്യൂഷൻ സെന്റർ. പോയത് CPB ബസ്സിൽ. ജൂലൈ 12 രാവിലെ 8 മുതൽ 8:30 വരെ ഡോക്ടർ വിജയന്റെ ക്ലിനിക്. ജൂലൈ 13 രാവിലെ 7 മുതൽ 7:30 വരെ PKM ആശുപത്രിയിലെ കുട്ടികളെ വിഭാഗം OPയിൽ. ജൂലൈ 15 രാവിലെ 8:30 മുതൽ രാത്രി 8 വരെ PKM ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലും OPയിലും. ജൂലൈ 15 രാത്രി 8:30 മുതൽ മൗലാന ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.